ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടാണ്. ചിക്കനും ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് മുളകാണ്. ഇത്രയും മുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 കിലോ ചിക്കന്, അതിലേക്ക് ഞാനൊരു 100 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇത്രയും മുളക് ഇതിലേക്ക് ഇട്ടാൽ എരിവുണ്ടാവും. പക്ഷേ എരിവില്ല കേട്ടോ. ഇത് കാശ്മീരി മുളകുമാണ്, തീരെ എരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് മുളക് ഇടണം. ഒരു 10 മിനിറ്റ് നമുക്ക് അതിൽ ഇട്ട് വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് കഴിയണം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴുള്ള നമ്മൾ ഇങ്ങനെ വെക്കണ ഈ ഒരു ചിക്കന് നമ്മൾ കരുതി ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഓയിലിലാവുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടാക്കി നമുക്ക് ഇതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുളകൊന്ന് ചതച്ച്, നല്ലോണം അരയണ്ട, ഒരു തരിതരിയോനെ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു വിധത്തിൽ കുറച്ച് ചെറിയൊരു തരി കൊടുക്കാനാണ് ഇത് അരച്ചിക്കുന്നത്. അപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയമായിക്കണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളകൊക്കെ ചേർത്തു. ഇനി ഇതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഇതിലേക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇതാ നല്ലോണം ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കന്. ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. പിന്നെ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്.